175 വർഷം പഴക്കമുള്ള മുറി, ആശ്രമ കെട്ടിടം, ചരിത്ര സാംസ്കാരിക മ്യൂസിയം എന്നിവയുടെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രസിദ്ധമായ ആറന്മുള വള്ളംകളിയുടെ മുഖ്യ സംഘാടകരായ 52 പള്ളിയോടങ്ങൾക്ക് നൽകി വരുന്ന 10,000 രൂപയുടെ ഗ്രാന്റ് 15,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതാണ്. പൊന്നാനി കേന്ദ്രമാക്കി മലബാർ തീണ്ടീസ് കൾച്ചറൽ ബിനാലെ സംഘടിപ്പിക്കും. വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി മൈസൂർ നഞ്ചങ്കോട് റോഡ് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടിക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി നമ്പൂതിരി ട്രസ്റ്റിന്റെ സഹായത്തോടെ കൾച്ചറൽ സെന്റർ ആൻഡ് മ്യൂസിയം സ്ഥാപിക്കുന്നതിന് സഹായധനമായി 1 കോടി രൂപ വകയിരുത്തുന്നു. അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രശസ്ത ഗസൽ ഗായകനായിരുന്ന ഉമ്പായിയുടെ നാമധേയത്തിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുന്നതിന് പ്രാരംഭ ചെലവുകൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ചേലാട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. മലപ്പുറം താലൂക്ക് ആശുപത്രിയെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കി ഉയർത്തുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപയും മലപ്പുറത്ത് ആധുനിക രീതിയിലുള്ള ക്യാൻസർ സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 10 കോടി രൂപയും വകയിരുത്തുന്നു. എറണാകുളം മെഡിക്കൽ കോളേജിന്റെ നവീകരണത്തിനായി 10 കോടി രൂപ, കൊല്ലം ചിന്നക്കടയിൽ സ്കൈവേ, അർബൻ പാർക്ക് എന്നിവ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. കൂട്ടായി റെഗുലേറ്ററി കം ബ്രിഡ്ജ് നവീകരണത്തിന് നടപടി സ്വീകരിക്കുന്നതിനാണ് ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. ശ്രീനാരായണ ഗുരുദേവന് ഡൽഹിയിൽ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും സ്ഥാപിക്കുന്നതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. KUWGA നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകും. നോൺ ജേർണലിസ്റ്റ് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ചാലക്കുടിയിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ 150ാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രത്യേക സാമ്പത്തിക സഹായമായി 25 ലക്ഷം രൂപ വകയിരുത്തുന്നു. പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ ഓരാടം പാലം, മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രഥമഘട്ട സ്ഥലമെടുപ്പ് പൂർത്തിയാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. ആതിരപ്പള്ളിയിലെ ഇക്കോ ഫ്രണ്ട്ലി ഡൈനാമിക് ലൈറ്റിംഗ് പദ്ധതിക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ട് പദ്ധതിയുടെ അറ്റകുറ്റ പ്രവൃത്തികൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനും മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികൾക്കുമായി ഓരോ ജില്ലാ കളക്ടർമാർക്കും പ്രതിവർഷം 50 ലക്ഷം രൂപ കോർപ്പസ് ഫണ്ടായി അനുവദിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഫണ്ട് രൂപീകരിക്കുന്നതിനാണ്. ഇതിനായി 7 കോടി രൂപ വകയിരുത്തുന്നു. ഇതിന്റെ വിനിയോഗം സംബന്ധിച്ച വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ്. ബാലരാമപുരം നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതിക്കായി പ്രാരംഭമായി 100 കോടി രൂപ വകയിരുത്തുന്നു. ചാലിശ്ശേരി CHC കെട്ടിടത്തിനായി 2 കോടി രൂപ. തൃത്താല നിയോജകമണ്ഡലത്തിൽ KR നാരായണൻ സിവിൽ സർവീസ് അക്കാദമിക്കായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. യശസ്വരീയനായ മുൻ മുഖ്യമന്ത്രി R. ശങ്കറിന് പട്ടത്ത് സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിന് R. ശങ്കർ ഫൌണ്ടേഷൻ ഓഫ് കേരളയ്ക്ക് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൂടുതൽ അതിനെ മാറ്റം ഉണ്ടാക്കും. ഡാറ്റ ഡ്രിവൻ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം നടപ്പിലാക്കും. ഇതിനായി 30 കോടി രൂപ വകയിരുത്തുന്നു. ലോട്ടറി വകുപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ സമഗ്രമായ പുനഃസംഘടിപ്പിക്കും. സമ്മാന ഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ മെഷീനുകൾ ഏർപ്പെടുത്തുന്നതാണ്. സർ, ജീവനക്കാരുടെ സംബന്ധിച്ച് സംസ്ഥാന ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. മുൻ സർക്കാർ പ്രഖ്യാപിച്ച അശ്വേർഡ് പെൻഷൻ പദ്ധതിയിൽ അവ്യക്തത നിലനിൽക്കുന്നു. ആയതിനാൽ ഇത് സംബന്ധിച്ച വിലയിരുത്തൽ നടത്തിയതിനു ശേഷം നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സർ, വിഭവ സമാഹരണം, ചരക്ക് സേവന നികുതി വകുപ്പ്, ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി 2026. പ്രകൃതി ദുരന്തങ്ങൾ മൂലം സംസ്ഥാനത്തിനാവശ്യമായ അതീവ വിഭവ സമാഹരണത്തിനായി 2019 ഏർപ്പെടുത്തിയ GST ബാധകമായ ബിസിനസ് ടു കൺസ്യൂമർ സപ്ലൈകളിൽ 1% ഫ്ലഡ് സെസ് ഈടാക്കിയിരുന്നു. ഫ്ലഡ് സെസിന്റെ കാലാവധി അവസാനിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട നിരവധി കുടിശ്ശികകൾ നിലവിലുണ്ട്. അതുകൊണ്ട് ഇത്തരം കുടിശ്ശികൾ തീർപ്പാക്കുന്നതിന് അവസരം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതിനാൽ വ്യാപാരികൾക്ക് ആശ്വാസം നൽകുന്നതിന് ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി 2026 എന്ന ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന നികുതിദായകർക്ക് കുടിശ്ശികയുള്ള ഫ്ലഡ് സെസ് മാത്രം ഒടുക്കുന്ന പക്ഷം അതുമായി ബന്ധപ്പെട്ട പലിശയും പിഴയും പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ്.
ഈ പദ്ധതി പ്രകാരം കുടിശ്ശിക തീർപ്പാക്കുന്നതിനുള്ള അവസാന തീയതി 2027 മാർച്ച് 31 ആയിരിക്കും. ചെറുകിട നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി. GST നിയമം വരുന്നതിന് മുമ്പുള്ള വിവിധ നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കുടിശ്ശികൾ നിലനിൽക്കുന്നുണ്ട്. പല കുടിശ്ശികളും വളരെ പഴക്കമേറിയതും ചെറിയ തുകകൾ ഉൾപ്പെടുന്നവയും ആണ്. സർ, അതുകൊണ്ട് കേരള സർചാർജ് ഓൺ ടാക്സസ് ആക്ട് തുടങ്ങിയ നിരവധി നിയമങ്ങളുമായി ബന്ധപ്പെട്ട പഴയകാല നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2017-18 സാമ്പത്തിക വർഷം വരെയുള്ള നികുതി നിർണയ ഉത്തരവുകളിൽ 50,000 മുകളിൽ വരുന്നതും എന്നാൽ 2 ലക്ഷം കവിയാത്തതുമായ നികുതി തുകയുള്ള കുടിശ്ശികകളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായി ഒഴിവാക്കും. ഈ ആനുകൂല്യം 2027 മാർച്ച് 31 വരെ തീർപ്പാക്കുന്ന നികുതി നിർണയ ഉത്തരവുകളിലെ നികുതി കുടിശ്ശികകൾക്കും ബാധകമായിരിക്കും. എന്നാൽ ഈ ആനുകൂല്യം കേരള പൊതുവിൽപ്പന നികുതി നിയമം 1963 പ്രകാരമുള്ള മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട കുടിശ്ശികകൾക്ക് ബാധകമായിരിക്കില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന നികുതി നിരക്ക്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം അനുവദിക്കുന്നതിനായി 2022-23 അബ്കാരി നയത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ വിദേശ മദ്യചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്ക് അനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. ചരക്ക് സേവന GST കൌൺസിലിന്റെ ശുപാർശയെ തുടർന്ന് കൊണ്ടുവന്ന 2026 യൂണിയൻ ഫിനാൻസ് ആക്ട് പ്രകാരം 2017 കേന്ദ്ര ചരക്ക് സേവന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തിയ ഭേദഗതികൾക്കനുസൃതമായി 2017 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി നിയമത്തിലും ഭേദഗതികൾ വരുത്തും. സർ, മോട്ടോർ വാഹന വകുപ്പ് പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കുന്നതിനായി പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന സ്റ്റേജ് കാരേജ് ബസ്സുകൾക്ക് നിലവിലെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് അനുവദിക്കും. കേരളത്തിലേക്ക് രജിസ്ട്രേഷനായി കൂടുതൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകൾ എത്തുന്നതിനും അന്തർ സംസ്ഥാന യാത്രാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതി കുറയ്ക്കുന്നു. നിലവിലെ ത്രൈമാസ നികുതിയായ സീറ്റ് ഒന്നിന് 2,000 രൂപ എന്ന നിരക്ക് 900 രൂപയായും സ്ലീപ്പർ ഒന്നിന് നിലവിലെ 3,000 രൂപ എന്നത് 1,500 രൂപയായും കുറയ്ക്കുന്നു. കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിലർ വാഹനങ്ങളുടെ രജിസ്ട്രേഷനുകൾ ആകർഷിക്കുന്നതിനായി ട്രെയിലർ വാഹനങ്ങളുടെ ത്രൈമാസ നികുതി സ്ലാബുകൾ ഏകീകരിച്ച് പരിഷ്കരിക്കുന്നു. 20 ടണ്ണിന് മുകളിൽ ഭാരമുള്ള ട്രെയിലർ വാഹനങ്ങളുടെ അധിക നികുതി ചുമത്തിയിരുന്ന സ്ലാബ് ഒഴിവാക്കി 15 ടണ്ണിന് മുകളിൽ ഭാരമുള്ള വാഹനങ്ങളുടെ നികുതി നിരക്കിലേക്ക് കുറച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടന പരിശോധിച്ച് അത് പരിഷ്കരിക്കുന്നു. 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 5% നിന്നും 3% കുറച്ചു. 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിലെ 8% നിന്നും 5% കുറച്ചു. 40 ലക്ഷത്തിന് മീതെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിലെ 10% നിന്നും 15% വർദ്ധിപ്പിച്ചു. മറ്റ് നികുതി നിരക്കുകളിൽ മാറ്റമില്ല. ഭിന്നശേഷിക്കാർക്ക് മോട്ടോർ വാഹന നികുതി ഇളവ് ലഭിക്കുന്ന വാഹനത്തിന്റെ മൂല്യപരിധി നിലവിലുള്ള 7 ലക്ഷം രൂപയിൽ നിന്നും 15 ലക്ഷം രൂപയാക്കി ഉയർത്തും. 50% പിഴ മാത്രം അടച്ച ഈ ചെല്ലാനുകൾ തീർപ്പാക്കുന്നതിനായി ഈ ചെല്ലാൻ ആംനസ്റ്റി പദ്ധതി നടപ്പിലാക്കുന്നതാണ്. രജിസ്ട്രേഷൻ വകുപ്പ് 1986 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഏകദേശം 703 കോടി രൂപയുടെ കുടിശ്ശിക മുദ്രവിലയുമായി ബന്ധപ്പെട്ട 1,46,355 മുദ്രവില അണ്ടർ വാല്യുവേഷൻ കേസുകൾ നിലവിലുണ്ട്. ഈ സാഹചര്യം ഇത്തരം കേസുകളുടെ തീർപ്പാക്കലിനും കുടിശ്ശിക പിരിവിനുമായി നിലവിലുള്ള സംവിധാനത്തിൽ പരിഷ്കാരം അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കുന്നു. തീർപ്പാകാതെ അവശേഷിക്കുന്ന മുദ്രവില അണ്ടർ വാല്യുവേഷൻ കേസുകളിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായും സർക്കാർ വരുമാന സമാഹരണം ശക്തിപ്പെടുത്തുന്നതിനുമായി ഇളവുകളോടുകൂടിയ ഒരൊറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി വൺ ടൈം സെറ്റിൽമെന്റ് സ്കീം നടപ്പാക്കുന്നതാണ്. 2010 മാർച്ച് 31 വരെയുള്ള കാലയളവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തീർക്കാതെ കിടക്കുന്ന അണ്ടർ വാല്യുവേഷൻ കേസുകളിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ചെറുകിട ബാധ്യതകൾ അവസാനിപ്പിക്കുന്നതിനായി അന്തിമ ഉത്തരവ് പ്രകാരം നിർണയിക്കപ്പെട്ട അധിക മുദ്രവില 10,000-ൽ താഴെയായി കേസുകളിലെ ബാധ്യത
ഒറ്റത്തവണ നടപടിയായി എഴുതിത്തള്ളുന്നതാണ്. ഈ നടപടിയിലൂടെ ഉയർന്ന മൂല്യമുള്ള വരുമാന ശേഖരണ നടപടികളിൽ സർക്കാരിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. പരിസ്ഥിതി സൌഹൃദ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിലവിൽ അർഹതയുള്ള ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും അനുവദിച്ചിട്ടുള്ള 4% മുദ്രവില നിരക്ക് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി (KRERA) രജിസ്റ്റർ ചെയ്ത എല്ലാ വില്ലകൾക്കും ബാധകമാക്കുന്നതാണ്. സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരം ലഭ്യമായ എല്ലാ അപ്പീൽ പരിഹാര മാർഗങ്ങളും പൂർത്തിയായ ശേഷവും അണ്ടർ വാല്യുവേഷൻ കേസിൽ നിർണയിക്കപ്പെട്ട അധിക മുദ്രവില അന്തിമ ഉത്തരവിന്റെ തീയതി മുതൽ 60 ദിവസത്തിനകം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം കുടിശ്ശിക തുകയിന്മേൽ യഥാർത്ഥ അടവ് തീയതി വരെ പ്രതിമാസം 1% നിരക്കിൽ പലിശ ഈടാക്കുന്ന. സാർ, ഉപസംഹാരം. സാർ, വികസനം എന്നത് കേവലം പശ്ചാത്തല സൌകര്യ വികസനമല്ല, മറിച്ച് ജനങ്ങളോടുള്ള കരുതലും അവർക്കായുള്ള ക്ഷേമപ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം എന്നതാണ് ഈ സർക്കാരിന്റെ കാഴ്ചപ്പാട്. പദ്ധതികളും പരിപാടികളും വേഗത്തിലാക്കിക്കൊണ്ട് വികസനത്തിന്റെ ഫലങ്ങൾ എല്ലാ കേരളീയരിലേക്കും എത്തിക്കാൻ സഹായകരമാകുന്ന ഡാറ്റ അധിഷ്ഠിതവും ജനതയെ ഹൃദയത്തോട് ചേർക്കുന്നതുമായ ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദുർബലർക്കും കരുതലും സഹായവും ഉറപ്പാക്കുന്ന ചലനാത്മകവും ഊർജ്ജസ്വലവുമായ സാങ്കേതികവിദ്യയോടൊപ്പം സാമൂഹ്യനീതിയിലും അധിഷ്ഠിതമായൊരു സംവിധാനമായിരിക്കും അത്. എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും സഹകരണവും ഐക്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് കേരള ജനതയുടെ പിന്തുണയോടെയും മഹനീയമായ ഈ സഭയുടെ സഹകരണത്തോടെയും സഹാനുഭൂതിയുള്ള ഭരണം, ഗവേണൻസ് വിത്ത് എമ്പതി കാഴ്ചവെച്ചുകൊണ്ട് ഭാവി തലമുറയ്ക്ക് അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും സ്വായത്തമാക്കാവുന്ന ഒരു പുതുയുഗ വികസിത കേരളം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം. സർ, ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന വിധിയുമായുള്ള മുഖാമുഖം എന്ന വിശ്വവിഖ്യാതമായ പ്രസംഗത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആധുനികവും സമഭാവന നിറഞ്ഞതും സമൃദ്ധിയുള്ളതുമായൊരു നാടിനെ സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ നമുക്ക് ഹൃദയത്തിൽ കുറിക്കാം. ഭാവി നമ്മളെ വിളിക്കുകയാണ്. ഏത് ദിശയിലേക്കാണ് നമ്മൾ പോകേണ്ടത്? എത്ര കഠിനമായ അധ്വാനമാണ് ചെയ്യേണ്ടത്? കൃഷിക്കാരും തൊഴിലാളികളുമായുള്ള സാധാരണ പൌരന്മാർക്ക് എല്ലാ അവസരങ്ങളും പൂർണ്ണ സ്വാതന്ത്ര്യവും ഉറപ്പാക്കണം. പട്ടിണിയെ, രോഗാവസ്ഥകളെ, വിദ്യാഭ്യാസത്തിന്റെ കുറവിനെ ശക്തമായി നേരിടണം. ജനാധിപത്യവും സമ്പദ് സമൃദ്ധിയും പുരോഗമനോന്മുഖവുമായ ഒരു നാടിനെ കെട്ടിപ്പടുക്കാനായി പ്രയത്നിക്കുക. എല്ലാവർക്കും നീതിയും ജീവിതത്തിന്റെ നിറവും പ്രദാനം ചെയ്യുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനം കെട്ടിപ്പടുക്കുകയാവണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. സർ, 2026-27 പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റിന്റെ സംക്ഷിപ്ത രൂപം ഞാൻ അവതരിപ്പിക്കുകയാണ്. പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ്: റവന്യൂ വരവ് 1,69,646.37 കോടി. സർ, റവന്യൂ ചെലവ് 2,05,001.67 കോടി. സർ, റവന്യൂ കമ്മി -35,355.30 കോടി. മൂലധന ചെലവ് -19,651.41 കോടി. വായ്പകളും മുൻകൂറുകളും തനി -1,398.65 കോടി. പൊതുകടം തനി 52,364.13 കോടി. പൊതുകണക്ക് തനി 4,000 കോടി. ആകെ കമ്മി -41.23 കോടി. വർഷാരംഭ രൊക്കബാക്കി -382.45 കോടി. വർഷാന്ത്യ രൊക്കബാക്കി -423.68 കോടി. ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ് -1,080.95 കോടി. വർഷാന്ത്യ രൊക്കബാക്കി -1,504.63 കോടി. സാർ, 2026-27 പുതുക്കിയ ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച്. ബജറ്റ് പ്രസംഗത്തിന്റെ കോപ്പി ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും മാധ്യമ പ്രതിനിധികൾക്കും ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുന്നതാണ്. അച്ചടിച്ച ബജറ്റ് രേഖകൾ അംഗങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് ഹോമിലെ മുറിയിലും മന്ത്രിമാർക്ക് ഓഫീസുകളിലും എത്തിക്കുന്നതായിരിക്കും. മുഴുവൻ ബജറ്റ് രേഖകളും നിയമസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും കേരള ബജറ്റ് എന്ന ബജറ്റ് ആപ്ലിക്കേഷനിൽ നിന്നും പത്രമാധ്യമ പ്രവർത്തകർക്ക് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നത് തിങ്കളാഴ്ച രാവിലെ
9 മണിക്ക് വീണ്ടും ചേരുന്നതാണ്. അതിനു മുമ്പ് ഇതിന്റെ വിതരണം പൂർത്തിയാക്കണം.